الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله عشر أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തനങ്ങളുണ്ടാകുമ്പോൾ നന്മയും തിന്മയും ഉണ്ടാകും. എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഫലവും പ്രതിഫലനങ്ങളും ഉണ്ടാകും. നന്മയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 10 ഇരട്ടി 10 മടങ്ങ് പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. മഹാകാരുണ്യവാനാണ് തമ്പുരാൻ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു നന്മയ്ക്ക് ഒരു പ്രതിഫലം നൽകുക എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ള നയം. ഒരു നന്മയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 10 പ്രതിഫലം നൽകും. അത് 70 പ്രതിഫലമായി പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറക്കിയ ആ മാസത്തിൽ അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു നന്മ സാധാരണ നിലയിൽ ചെയ്യുമ്പോൾ 10 അതിൻ്റെ പ്രതിഫലമെങ്കിൽ, അല്ലാഹുവിനുള്ള പ്രതിഫലമെങ്കിൽ, അത് റമദാനിൽ ചെയ്യുമ്പോൾ 70 പ്രതിഫലം നൽകുക എന്നുള്ള 700-ഉം 7000-ഉം 70,000-ഉം ഒക്കെ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനങ്ങളിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നന്മ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കരുത്. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളിങ്ങനെ കടന്നു വരുമ്പോൾ അതൊരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു മനുഷ്യനൊരു പ്രതികരണം ഉണ്ടാവും, പുഞ്ചിരിക്കുക എന്നുള്ളത്. ആ പുഞ്ചിരിയിൽ ഇയാളുടെ ഒരു ഉള്ളിലെ ചിന്താഗതി പ്രകടമാകും എന്നുള്ളതൊരു സംശയം. അത് സദഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അത് വളരെ നിസ്സാരമായിട്ടാണ് നാം കാണുന്നത്, പക്ഷേ അത് വലിയ സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. ഒരാൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് ഒരു ഹറഫല്ല. അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളെ അതിൻ്റെ ഗൗരവവും ആഴവും പ്രാധാന്യവും മനസ്സിലാക്കാനാണ് അതെടുത്ത് പറഞ്ഞത്. അലിഫ് ഒരു ഹറഫാണ്, ഖുർആനാണ് എന്ന നിയത്തോടു കൂടി ഒരാൾ അലിഫ് എന്നൊരു വാക്ക് ഒന്ന് ഹറഫ് ഉച്ചരിച്ചാൽ, വാക്കല്ല, വാക്യമോ അല്ലെങ്കിൽ കുറേ വാക്യങ്ങളോ അല്ല, ഒരൊറ്റ
ഹറഫ് ഉച്ചരിച്ചാൽ അതിന് 10 നന്മ തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സത്യവിശ്വാസവും നിയ്യത്തും ഒക്കെ അതിൻ്റെ ഷർത്തുകളാണ് അല്ലെങ്കിൽ ഫർളുകളാണ് എന്നുള്ളത് വേറെ വിഷയം. അപ്പം നന്മയ്ക്ക് 10 മുതൽ 70,000 വരെ എണ്ണി പ്രതിഫലം പ്രഖ്യാപിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാതെ കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്കുകൾക്കപ്പുറം ചില നന്മകൾക്ക് ഒരു കണക്കും വെക്കാൻ പറ്റില്ല. ഒരാൾ വളരെയധികം വ്യസനിച്ച് വേദനിച്ച് പ്രയാസപ്പെട്ട് വരുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ഒരൊറ്റ വാക്ക് കൊണ്ട് അയാളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. ഒരേ ഒരു വാക്ക്, സാരല്ല, ഞാൻ സഹായിക്കാം, വേണ്ടത് ചെയ്യാം. അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളിൽ നിന്ന് അത് കിട്ടിയാൽ മതി. അത് കുടുംബജീവിതത്തിലും അങ്ങനെ ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് ഭാര്യയോ ഭർത്താവോ സാരല്ല കേട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ശാന്താവും. അതേസമയം ആ പറയണതിന് പകരം മിണ്ടാതെ മുഖമെന്ന് കറുപ്പിച്ചാൽ അത് ഒരുപാട് നഷ്ടങ്ങൾക്കും ഘട്ടങ്ങൾക്കും അനന്തര പ്രത്യാഘാതങ്ങൾക്കും കാരണമായേക്കാം. നമുക്കറിയില്ല ഒരു വാക്ക് എപ്പോഴാണ് എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഓരോ നോട്ടവും ഓരോ വാക്കും നന്മയിലോ തിന്മയിലോ ചെന്ന് പതിക്കുന്നു എന്നുള്ളതാണ്. ഇനി തിന്മയുടെ കാര്യമാണെങ്കിൽ ഒരു തിന്മ ഒരാൾ ചെയ്താൽ അതിന് തത്തുല്യമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നത്. അത് തന്നെ ഉടനെ ഇല്ല, എല്ലാ സംഗതികളും രേഖപ്പെടുത്തുന്നുവെന്ന് കിറാമൻ കാത്തിബീൻ, 2 മാന്യരായ എഴുത്തുകാരുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ്. തയ്യാറായി കാത്തു നിൽക്കുന്ന ഒരാളില്ലാതെ ഒരു വാക്കും നമുക്ക് ഉച്ചരിക്കാൻ പറ്റില്ല എന്നതാണ്. ഇത് വാക്ക് മാത്രമല്ല, വികാരങ്ങളും കൂടിയുണ്ട്. സമഉം ബസറും വൽ ഫുആദ്, ഫുആദ് എന്ന് പറയുന്ന ഹൃദയം, ഹൃദയവികാരങ്ങളും കൂടി രേഖപ്പെടുത്തി പോകുമെന്നുള്ളതാണ്. പറഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഹൃദയവികാരങ്ങൾ, ഒരാൾ ഒന്നും സംസാരിച്ചില്ല, പക്ഷെ അയാളുടെ ചിന്താഗതി ഇന്ന രീതിയിലായിരുന്നു, അതനുസരിച്ച് പിന്നെ അയാളിൽ നിന്ന് പ്രവർത്തനം ഉണ്ടായാൽ ആ ചിന്താഗതി അവിടെ രേഖപ്പെടുത്തപ്പെട്ടു. അപ്പോൾ ഇടത്തും വലത്തും ഇരുന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ ഒരു സംഗതിയാണ്, ഒരു ചിത്രീകരണമാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ മനസ്സിലായി. ഇന്ന് വളരെ എളുപ്പമാണ്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ വളരെ വളരെ ചെറിയ ഒരു സാധനത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രേഖകളും രേഖപ്പെടുത്താൻ കഴിയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മലക്കൾ ഇങ്ങനെ വലിയ ദണ്ഡുമായിട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ കെമിക്കൽ റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ളൂ. ഒരു സംഗതിയുടെ കെമിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണോ റെക്കോർഡ് ചെയ്യാം, അല്ലാത്ത മാച്ച് കളയാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിലീറ്റ് അല്ലേ, നമ്മൾ ഡിലീറ്റ് ഫോർ എവർ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഡിലീറ്റ്, ടെമ്പററി ഡിലീറ്റ്, ഇങ്ങനെ പലതരം നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ പടച്ചതമ്പുരാൻ, നന്നേ പടച്ചതമ്പുരാൻ പറഞ്ഞു വെച്ച സംഗതിയാണ്. അതായത് ഒരാളൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അപ്പോൾ ഇടതുഭാഗത്തെ മലക്കോട്ടനെ, അപ്പോൾ വലതുഭാഗത്തെ മലക്ക് പറയും എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കഥ പോലെ പറഞ്ഞു. എഴുതല്ലേ, ചെയ്തില്ലല്ലോ. അത് തന്നെ അയാൾ ചെയ്തപ്പോൾ ഉടനെ മറ്റേ മലക്ക് എഴുതാൻ പോകുമ്പോൾ എഴുതല്ലേ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് തൗബയ്ക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ 6 മണിക്കൂർ 6 മണിക്കൂർ വൈകുന്ന, 6 മണിക്കൂർ വൈകിയും അയാൾ തൗബ ചെയ്യുന്നില്ലെങ്കിൽ, അള്ളാഹുലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയമൊക്കെ നോക്കും. സുബഹിയും ദുഹറും തമ്മിലുള്ള ഒഴിച്ചുള്ള ബാക്കി എല്ലാം വിത്തിൻ 6 hours നമസ്കാരം വരുന്നു. ഒരു നമസ്കാരം മുതൽ മറ്റേ നമസ്കാരം വരെയുള്ള സമയം, ഒരു നമസ്കാരത്തിൽ അള്ളാഹുവിനടുത്ത് പോയി ചില സംഗതികൾ പറഞ്ഞു കഴിഞ്ഞ് ചില തെറ്റുകളൊക്കെ ചെയ്തു, അടുത്ത നമസ്കാരത്തിലേക്ക് ഹാജരാകുമ്പോൾ ആ നമസ്കാരത്തിനിടയിലുള്ള ചെറിയ പാവങ്ങളെല്ലാം കഫാറത്ത് പുറത്തു പോകുന്ന, മറയ്ക്കപ്പെട്ടു വന്നു. ഒരാൾ നല്ല നിലയിലുള്ള ഒന്നുകൊടുത്തുമ്പോൾ, മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അങ്ങനെ പറയുന്നു, ഒരാൾ നല്ല നിലയ്ക്ക് ഒന്നുകൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ വാരി പടപട അടിക്കാതെ കൈ കഴുകാനുള്ള കാല് ഓരോന്നിനും അതിൻ്റേതായ ഒരു പൂർണ്ണതയുണ്ട്. ഒരു സമ്പൂർണ്ണമായ ഒന്നുകൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഫലായിൽ ഒല്ലു എന്ന് പറഞ്ഞിട്ട് ഒല്ലുവിൻ്റെ ഫലിനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ. സമ്പൂർണ്ണമായി ഒന്നുകൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ, അതായത് കണ്ണിൻ്റെ നോട്ടം, ചെവിയുടെ കേൾവി, വായുടെ വർത്തമാനം, ഈ മേഖലകളിലുണ്ടായ എല്ലാ തെറ്റുകളും അവസാനം തഹ്തൽ ഫർ, അവൻ്റെ നഖത്തിൻ്റെ അടിയിൽ വരെയുള്ള തെറ്റുകൾ ഒലിച്ചു പോകും.
എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഒളുവിന് ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ ഇങ്ങനെ കക്ഷത്ത് വെച്ചിട്ട് ചെവിയിൽ വെച്ചിട്ട് ഒളു കൊടുക്കുന്ന ആളുകളുണ്ട്. അടുത്തടുത്ത് വർത്താനം പറഞ്ഞിട്ട് ഒളു കൊടുക്കണമല്ലോ. പള്ളിയിൽ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വരും. ബാത്റൂമിൽ സംസാരിക്കും, അവിടെ ഒളുവിനോട് സംസാരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മര്യാദ, അള്ളാഹുവിനോടുള്ളൊരു മര്യാദ പാലിക്കാത്ത ഒരു തരം ധിക്കാര മനോഭാവമാണ് ഇവിടെ ഹാജരായ. പിന്നെ അള്ളാഹുവിൻ്റെ വിളിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിളി ഈ ദുന്യാവിലില്ല. ഭാര്യൻ്റെ വിളിയായാലും കച്ചവടത്തിൻ്റെ വിളിയായാലും ഒരു വിളി ദുന്യാവിലില്ല. നിസ്കരിക്കാൻ ജാത്ത് കടന്നു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്നിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് ഉറക്കാണ്ട് മൊബൈൽ ഫോൺ ഇന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതൊക്കെ അദബില്ലായ്മയാണ്, കുരുത്തല്ലായ്മ, പഠിച്ചവനോടുള്ള ഒരു ബഹുമാന ആദരവില്ലായ്മയാണ്. അള്ളാൻ്റെ വിളിയേക്കാൾ വലിയ വിളി എന്തെങ്കിലും ഒരു വിളി ഉണ്ടാവും. പിന്നെ എന്തിനാ ഈ വിളി എടുത്തു വെച്ച് പിടിക്കുന്നത്? പണ്ട് ഈ മൊബൈലില്ലാത്ത കാലത്ത് ആളുകളൊക്കെ ജീവിച്ചിരുന്നില്ലേ? അവരൊക്കെ നിസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വളരെ ഒളു കൊടുക്കുമ്പോൾ ആ ഒളുവിനുള്ള ഒരു നന്മയുണ്ട്. ആ നന്മ ലഭ്യമാക്കണമെങ്കിൽ അതിൻ്റെ മര്യാദ പാലിച്ചേ പറ്റുള്ളൂ. ഇതൊന്നും യഥാർത്ഥത്തിൽ ഖുത്ബയിൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നിവൃത്തിയില്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാന്ദർഭികമായി ഇത് പറഞ്ഞു പോയത് എന്നുള്ളതാണ്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞേ എഴുതുള്ളൂ, അതും തത്തുല്യമായ. പിന്നെ തൗബ ചെയ്താലോ 2-3 ഫലങ്ങളുണ്ട്. ഒരാളൊരു തിന്മ ചെയ്യുകയും തിന്മയാണെന്ന് തോന്നുകയും ചെയ്തിട്ട് അയാൾ ഒരു തൗബ, അള്ളാഹു തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. ഒന്നത് മായ്ച്ചു കളയും, യുകഫിറു അൻഹും സയ്യിആതിഹിം. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്. തിന്മകളെ മായ്ച്ചു കളയും. ഇത്തബിഉൽ ഹസനാത്ത് ബഅദ സയ്യിആത്ത്. തിന്മ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം നന്മ ചെയ്ത് അതിനെ മറികടക്കുക. നമ്മൾ സദാ കൊടുക്കുന്നതിന് ഒരാളോട് സംസാരിച്ചു ദേശം വെച്ചതായിട്ട് വർത്താനം തെറ്റിപ്പറ്റി, അപ്പോൾ ദേശം പിടിച്ചിട്ടൊക്കെ പറയും, സാറിലേണ്ടാവെന്നൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിന് പോകില്ല. അത് പോകാനൊരു പണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പണം, പൈസ. ഇപ്പോൾ കുറച്ച് സദഖ, ഹദിയോ സദഖയോ എന്ന് കൊടുത്താൽ അത് വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നന്മ ഉദ്ദേശിച്ചാൽ ഒട്ടനെ തന്നെ വലതുഭാഗത്തുള്ള മലക്ക് ഒരു നന്മ എഴുതും. നന്മ ഉദ്ദേശിച്ചാൽ, നിയത്ത് വെച്ചാൽ. നന്മ പൂർത്തീകരിക്കുമ്പോൾ മിനിമം 9 കൂടി എഴുതി 10 ആകും. പിന്നെ അത് ഓരോരുത്തരുടെ അല്ലാഹുമായുള്ള ബന്ധത്തിന്റെ ഗ്രേഡ് അനുസരിച്ച് 70, 700, 70,000 ഒക്കെ അല്ലാഹു തആല തീരുമാനിക്കുകയാണ്. അപ്പൊ ലേശം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തിന്മകളെ അകറ്റി നന്മകൾ ഉണ്ടാവും. അതുകൊണ്ട് എന്താ പ്രയോജനം? തിന്മകളെ മാറ്റി നന്മകൾ ഉണ്ടാകുന്ന സൂക്ഷ്മത പാലിക്കുമ്പോൾ നമ്മളോട് ഒപ്പമുള്ള മലക്ക് എല്ലാ വിഷയത്തിലും നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം. ഇതിന്റെ പ്രയോജനം ഇതാണ്. എല്ലാ മനുഷ്യന്മാരുടെയും കുറെ മലക്കുകളുണ്ട്. പ്രത്യേകിച്ച് സത്യവിശ്വാസിയെ ശരിയായ നിലയിൽ ഹിദായത്തിൽ ഏത് വിഷയത്തിലും, ഹിദായത്തിൽ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, കച്ചവടത്തിന്റെ കാര്യമായാലും ആളുകളുടെ ഇടപാട് നടത്തുന്ന കാര്യമായാലും ഏത് സംഗതിയിലും ഇതാണ് ശരിയായ വഴിയെന്ന് അവന്റെ മനസ്സിൽ തോന്നണം. നമ്മൾ ഉണ്ടാകണമല്ല. ആരും തെറ്റിദ്ധരിക്കണ്ട, എന്റെ മിടുക്കൊണ്ടാണ് എനിക്ക് കൃത്യമായി ആ സമയത്ത് തോന്നിയത്. ആ തോന്നലൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരാളിങ്ങനെ നോക്കിക്കുക, ഇങ്ങനെ നിൽക്കണം, അയാൾക്ക് എടുക്കാൻ കഴിയും. അന്നേരം അയാൾക്ക് ഒരു വിഹാൻ കട എടുത്ത് തൊട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ എടുക്കലും കൊണ്ടുപോകലും ഓക്സിജൻ കൊടുക്കലും ഒക്കെ കൂടെ അയച്ചു അയാളുടെ ലൈഫിന് ഒരുപാട് പ്രയോജനം ഉണ്ടാവും. മരണം തീരുമാനിക്കുമ്പോൾ. പക്ഷെ മറ്റു സംഗതികളൊക്കെ ഓരോ സംഗതി, ഇപ്പോ വാഹനം ഓടിച്ചോണ്ട് പോവുകയാണ്, അടുത്തിരിക്കുന്ന ആളത്ത് വർത്താനം പറഞ്ഞു, അപ്പോ ഒരു ലോറിയുടെ വരും, പെട്ടെന്ന് ഒരു സെക്കൻഡ് ഉണ്ട് സ്റ്റേറിംഗ് ഒന്ന് വെട്ടാൻ, അത് ആ ഇന്നേരം ഇൽഹാം കിട്ടണം. കിട്ടിയെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച മലക്കുകൾ ആ സമയത്ത് തന്നെ ഇടപെടുന്നു എന്നതാണ്. ഇതിന് ശാസ്ത്രത്തിൽ പലതരത്തിലുള്ള എനർജി എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യന്റെ ബാലൻസ് നിലനിർത്താൻ കൈനറ്റിക് എനർജി, മറ്റേ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് എനർജി. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പഠിപ്പിച്ചത്. അതിനെല്ലാം മലക്കുകൾ നിശ്ചയിച്ചിരുന്നു. മുന്നിലും പിന്നിലും സംഘങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിലൂടെ നടക്കുന്നത്. സത്യവിശ്വാസിക്ക് മാത്രമേ ഇതൊക്കെ ബോധ്യമുള്ളൂ എന്നുള്ളത് വേറെ വിഷയം. അല്ലാതെ എന്തു മലക്ക് ഞാനവിടെ നടക്കണമെങ്കിൽ മലക്കിന്റെ ആവശ്യമാണ്. പണിയൊന്നുമില്ല, ഇയാൾക്ക് പണിയില്ല. ഇതൊക്കെ
6ാം നൂറ്റാണ്ട് 7ാം നൂറ്റാണ്ടിൽ പറഞ്ഞു ഇത്ര ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ഈ കാലഘട്ടത്തിന് മുമ്പിൽ തരുന്നുണ്ട്, മലക്കുകളാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിഷേധ മനസ്സുകൾക്ക് അങ്ങനെ തോന്നും. അത് രക്ഷയില്ല. അതേസമയം സത്യവിശ്വാസിയുടെ ഒരു എളിമയുള്ള മനസ്സാണ്. ശരിയാ, അല്ലാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, റസൂൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഖുർആൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ നന്മ ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സൂക്ഷ്മമായ ഒരു ശ്രദ്ധ. അതായത് തഖ്വ എന്ന് പറയുന്നത് എന്താ? തഖ്വ കൊണ്ട് ഉദ്ദേശിച്ച സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും 2 പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, തഖ്വ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. തിന്മകളെ അകറ്റി നന്മകൾ നിലനിർത്താൻ വേണ്ടി. നന്മകൾ ഇങ്ങനെ അധികരിക്കുന്നതോറും സവാബ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ നന്മകൾ അധികരിച്ച് സവാബ് കൊണ്ടുവരുമ്പോ മനസ്സ് ഫ്രഷായിരിക്കും, കാര്യങ്ങളിൽ വ്യക്തമായ ശബ്ദം, ബുദ്ധിമുട്ടുണ്ടാവില്ല, ബുദ്ധി കയറി മുട്ടൂല എന്ന് പറഞ്ഞാല് വഴി കാണും, എവിടെയും തടയുമ്പോഴാണല്ലോ മുട്ടണം. അപ്പൊ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നം സങ്കീർണമായി, അവിടെ കുടുക്കായി, പിന്നെ പോകാൻ വഴിയില്ല എന്നുള്ള. ബുദ്ധിക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലാഖമാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തിന്മ കഴിഞ്ഞിട്ട് നന്മ ചെയ്താൽ ഉടനെ തന്നെ നന്മ എഴുതുകയും തിന്മയ്ക്ക് പകരം നന്മ വച്ചിരിക്കുകയും ചെയ്യുന്നു. തിന്മയ്ക്ക് പകരമുള്ള നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെച്ചിരുന്നു. അപ്പോ ഓരോ ഒന്ന് പുറത്തു വരും, രണ്ടത് മായ്ച്ചുകളയും, പോക്കിക്കളയും, പിന്നെ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ, നിങ്ങളുടെ ആ തിന്മകളുടെ പകരമായി ഞാൻ നന്മ വെച്ച് തരും എന്ന്. അങ്ങനെ വിശദീകരിക്കുന്ന ഒരുപാട് സംഗതികൾ ഖുർആനിലുള്ള അതിൽ 1-2 ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിൽ. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മയുമായി വന്നാൽ അവന് മിനിമം 10 നന്മകളായിരിക്കും പ്രതിഫലം. മൻ ജാഅ ബിസ്സയ്യഅതി, ആരെങ്കിലും ഒരു തിന്മയുമായിട്ടാണ് എന്നെ സമീപിക്കുന്നതെങ്കിൽ, അങ്ങനെ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ, അവന് അതിന്റെ തത്തുല്യമായ പ്രതിഫലമേ നൽകുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ, നീ പറയണം, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ രക്ഷിതാവ് എന്നെ യഥാർത്ഥ പാതയിലേക്ക്, നേരായ പാത, സ്ട്രൈറ്റ് പാത്തിലേക്ക്, നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന് പറയാം. എന്റെ രക്ഷിതാവ് ഇതാ നേരായ പാതയിലേക്ക് എന്നെ നയിച്ചിരിക്കുന്നു. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ, അതായത് വക്രതയില്ലാത്ത ഒരു മതം, ജീവിത വ്യവസ്ഥ, യാതൊരു തരത്തിലുള്ള കളങ്കമോ സംശയമോ വളർതിരിവോ ഒന്നുമില്ലാത്ത, വക്രതയില്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഇബ്രാഹിം, ഋജുമാനസനായ ഇബ്രാഹിമിന്റെ സരണിയാണ്. വമാ കാന മിനൽ മുശ്രികീൻ, അവിടെ കാര്യം പറയാം, അവന് ബഹുദൈവ ചിന്തകരിൽ പെട്ടവനായിരുന്നില്ല. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ എന്റെ നാഥനെന്നും അവനോട് മാത്രമേ ഞാൻ സഹായം അഭ്യർത്ഥിക്കാവൂ എന്നും അവനിലേക്ക് മാത്രമേ പ്രതീക്ഷകൾ അർപ്പിക്കാവൂ എന്ന് പറഞ്ഞ് ജീവിതത്തിലോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുന്നേ നടന്നുപോയ മഹാനായ ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ ആ ഒരു സമീപനം കൊണ്ട് അദ്ദേഹം നേരിടേണ്ടി വന്ന ജീവിതാനുഭവങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഇബ്രാഹിമിന്റെ പാതയാണ് ഞാനും പിന്തുടരുന്നത്. ഇബ്രാഹിം അതിനു മുമ്പുള്ള പ്രവാചകൻ നൂഹിന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത്. നൂഹ് ആദമിന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത്. ആദം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത പാതയാണെന്ന് പിന്തുടരുന്നത്. ആ എല്ലാ പാതയും ഒന്ന് തന്നെയാണ്. വമാ കാന മിനൽ മുശ്രികീൻ, അതായത് അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല, ബഹുദൈവ ചിന്തകരിൽപ്പെട്ടവരായിരുന്നില്ല എന്ന്. അതുകൊണ്ട് നീ പറയണം, നീ പ്രഖ്യാപിക്കുക, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, അതുപോലെ എന്റെ മറ്റ് ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ മരണം എന്ന് പറഞ്ഞാൽ സകലതോടെപ്പെടുത്തി. ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു, യാതൊരു തരത്തിലുള്ള ഒരു പങ്കുകാരും ഇല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ മഹാനാഥൻ, അവനിലേക്ക് ഞാൻ സർവ്വ പ്രതീക്ഷകളും അർപ്പിച്ചുകൊള്ളുന്നു എന്നുള്ളതാണ്. സാധാരണയായി മനുഷ്യന് എന്തെങ്കിലും വിഷമം വരുമ്പോ, പ്രയാസം വരുമ്പോ പ്രതീക്ഷകളില്ലെങ്കിൽ
അവൻ സ്വയം വേദനകളിലും പ്രയാസങ്ങളിലും ബന്ധിതനാവും. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇനി ഒരിക്കലും എന്നെ ഇത് വിട്ടുമാറില്ല. ഒരു രോഗം വരുമ്പോ, ഹോസ്പിറ്റലിലാവുമ്പോ, ICUലാവുമ്പോ അവിടെ ചിന്ത, ഇനി എനിക്ക് യാതൊരു രക്ഷയില്ല, പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാനും കഴിയില്ല എന്ന ഒരു ചിന്ത വേട്ടയാടും. അതേസമയം പ്രതീക്ഷകൾ അർപ്പിക്കാൻ, പ്രത്യാശിക്കാനുള്ള ഒരു ഈമാനികമായ ബലം ഏത് സന്ദർഭത്തിലുണ്ടെങ്കിലും അവന്റെ രോഗം പകുതി കുറയും. രോഗത്തിന്റെ കാഠിന്യം മനുഷ്യന് കൂടുന്നത് തലത്തും ഹൗഫും ആൻസൈറ്റി ഫിയറും കൊണ്ടാണ്. 66% ശാരീരിക രോഗങ്ങളുടെയും യഥാർത്ഥ കാരണം ഫിയറും ആൻസൈറ്റിയുമാണെന്നാണ് ഗവേഷണ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ. എന്താണ് ഇനി സംഭവിക്കുക, പടച്ചോനെ വെച്ചിപ്പോയല്ലോ, ഇനിയിപ്പോ എന്താ സംഭവിക്കുക എന്ന ഒരു ഇത് മനുഷ്യന്റെ ബ്ലഡിലെ കെമിസ്ട്രിയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. എത്ര ഡോസ് കൂടിയ മരുന്നാക്കി കഴിഞ്ഞാലും അത് ഇഫക്റ്റീവ് ആവില്ല. മരുന്ന് വലിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് ഡോക്ടർമാർ കൈവിടുന്നത്. ഈ ഡോക്ടറല്ലല്ലോ രോഗം വെക്കണമെന്നും രോഗം കുറയ്ക്കണം. ആരെങ്കിലും പ്രകൃതിയിലെ ചില സാധനങ്ങൾ അതും ഇതും കൂടെ കൂട്ടിച്ചേർത്താൽ മറ്റേ ബോഡികളെയൊന്നും കെമിസ്ട്രി പഠിപ്പിച്ചു കൊടുത്തില്ല. അതിന് ഡോക്ടർമാര് പണം പഠിച്ചിട്ട് കുറിച്ചിരുന്നു എന്നുള്ളതാണ്. ഡോക്ടർമാർ പറ്റാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇതെല്ലാം കീറി പോയിട്ട് അവസാനം ആ മരുന്നിന്റെ യഥാർത്ഥത്തിലുള്ള ഇഫക്റ്റിനെ കുറിച്ച് ഒരു ഡോക്ടർക്കും അറിയില്ല, ഈ ഉണ്ടാക്കിയ കമ്പനിക്കാർക്കും അറിയില്ല, അതിന്റെ ഉണ്ടാക്കിയ കെമിസ്ട്രിന് അറിയും. അത് തന്നെ കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ആയിരിക്കില്ല. അതിന് കുറ്റമറ്റതായിട്ട് ഇത് കഴിച്ചാൽ വേറെ കുഴപ്പമുണ്ടാവില്ല എന്ന് 100% പറയാൻ പറ്റുന്ന ഒരു മരുന്നും അലോപ്പതിയിലോ ഹോമിയോയിലോ ആയുർവേദത്തിലോ ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ കുറയാണ്. അത് നമുക്ക് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു വയറ്റുവേദന വന്നു. സിനായിമാർ പോയി, അള്ളാഹു എനിക്ക് വല്ലാണ്ട് വയറ്റുവേദന എടുക്കുന്നു പറഞ്ഞു. മൂസ അള്ളാഹുനോട് എപ്പോഴും സംസാരിക്കുന്ന ആളാണ്. അപ്പോ ആ നിൽക്കുന്നിടത്ത് അവിടെ തിരിഞ്ഞു നോക്കുന്നു പറഞ്ഞു. അവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പച്ചലുണ്ട്, അത് പറിച്ചിട്ട് തിന്നോളാം എന്താ പറഞ്ഞതാ ഹദീസ്. അപ്പൊ മൂസാ നബി പച്ചല പറിച്ചിട്ട് തിന്നു. വയറ്റുവേദന പോയി. കുറേ കഴിഞ്ഞ് അടുത്ത താവളത്തിൽ പോയപ്പോ മൂപ്പര് പിന്നീട് ഒരു വേറ്റയാണ്. അപ്പൊ മൂപ്പര് വയറ്റുവേദന വന്നപ്പോ ആദ്യം നോക്കിയോ അതേ സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് തിന്നത്. വയറ്റുവേദന കൂടി. അപ്പൊ പഠിച്ച തമ്പുരാനെ, ഞാന് പണ്ട് നിന്നോട് പറഞ്ഞപ്പോ നീ പറഞ്ഞു ഇത് പറിച്ചില്ല, ഞാൻ ഇപ്പൊ പറിച്ചു തന്നിട്ട് എടോ അന്ന് നീ എന്റെ സഹായം ചോദിച്ചു, നിന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇത് പറിച്ചില്ല. അപ്പൊ നീ പറിച്ചിരുന്നു, നിന്റെ രോഗം ഞാൻ മാറ്റി തന്നു. ഇപ്പൊ നീ എന്നെ വളർത്തണേ വയറ്റുവേദന ഞാൻ തീരുമാനിച്ചു, അത് പറഞ്ഞിട്ട് തീരുമെന്നുള്ളത്. എടോ ആ മെറ്റീരിയൽ അല്ല നിന്റെ ഈ കെമിസ്ട്രി മാറ്റണത്, അത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അതിലുണ്ട്, തീരുമാനം അതിലുണ്ട്. ഒരേ മരുന്ന് 2 രോഗികൾക്ക്, ഒരാൾ കാര്യം വന്നു, ഒരാൾ നല്ല ഉഷാറായിട്ട് ജീവിക്കും. ഇവിടെ നമ്മുടെ പ്രതിരോധ കുത്തിയപ്പോഴുണ്ട് ചിലർക്ക് ആ രോഗം തന്നെ വന്ന് കിടന്നിറാം, ചിലർക്ക് ആ രോഗം വരാതിരിക്കും. അപ്പൊ ലോകത്തുള്ള ഏത് സാധനത്തിന്റെയും അടിസ്ഥാനപരമായ സ്വഭാവം തീരുമാനിക്കുന്നതിൽ അതിന്റെ അറ്റോമിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ അപ്പുറം തങ്ങിയേറ്റത്ത് അള്ളാഹുവിന്റെ ഹസ്തങ്ങളുണ്ട് എന്നൊരു ബോധത്തിന് വേണ്ടിയാണ് ഏത് കാര്യവും പടച്ചോട് ചോദിച്ചോളാൻ പറയുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ പലടോ ആവർത്തിച്ച്. പക്ഷെ നമുക്കത് തിരിയില്ല, അതാ പ്രശ്നം. നമ്മളെ വാപ്പ അപ്പന്മാര് പഠിപ്പിച്ചത് അങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ തിരിയില്ല സംഭവം. അത് തിരിയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു അനുഭൂതി നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീ പറയണം, കൈ കെട്ടി എന്ന് പറയില്ല, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിമീൻ വ അന മിനൽ മുസ്ലിമീൻ എന്നൊക്കെ നമ്മൾ പറയാം. ഇവിടെ ഇബ്രാഹിം നബി എടുത്തു പറഞ്ഞത്, മുഹമ്മദ് നബി എടുത്തു പറഞ്ഞത് വ അന അവ്വലുൽ മുസ്ലിമീൻ, അനുസരിക്കുന്നവർ, സമർപ്പിക്കുന്നവരിൽ ഒന്നാമനാണ് ഞാൻ. യാതൊരു സംശയമില്ല. ഈ പറഞ്ഞ സംഗതികളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ് ഉള്ളത്. അവന്റെ അടുത്ത് ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കൂ എന്ന അറിവോടും ബോധത്തോടും ദൃഢബോധ്യത്തോടും കൂടി എന്റെ ജീവിതം സമർപ്പിക്കുന്നതിൽ ഒന്നാമനാണ് ഞാൻ. ആദ്യം പറഞ്ഞ ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി മറ്റു മുമ്പ് നബിമാര് പറഞ്ഞിരുന്നു. നമ്മളെ ഇവിടെ ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയായിരുന്നു. മറ്റെല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് എന്ന് നീ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ഈ വിഷയം യഥാർത്ഥത്തിൽ മറ്റു പ്രവാചകന്മാരുടെ നബി പഠിപ്പിച്ചു തന്നെയാണ്. ഇത് പ്രപഞ്ചത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ സമർപ്പിത നയം എന്ന് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കാനായി സലീമ ഇസ്ലാം മുസ്ലിമാവുക എന്നാൽ അത് പ്രപഞ്ചത്തിന് ആ നിയമത്തോടൊപ്പം നമ്മളും അതിന്റെ രക്ഷിതാവിനെ സമർപ്പിക്കുക എന്നാണ്. ടു ബി സേഫ്, സെക്യൂർ, സലാം, പീസ്.
അത് തുടങ്ങുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. എല്ലാം ശാന്തിയുടെ സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് പോകുന്നതിന് ഈ ജീവിതത്തിന്റെ എല്ലാ സംഗതികളും തമ്പുരാന് സമർപ്പിക്കുമ്പോൾ അവനൊരു മുസ്ലിം ആവുന്നുണ്ട്. അങ്ങനെയാണ് അവൻ മുസ്ലിം ആവുന്നത്. അത് ഈ പ്രപഞ്ചത്തിന്റെ ഇതല്ലാത്ത ഏതെങ്കിലും ഒരു ജീവിത വ്യവസ്ഥയാണോ ഈ വീടുകളൊക്കെ അന്വേഷിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ട് നോക്ക്, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വഖറൻ വഇലൈഹി യുർജഊൻ. ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ ഇതാ അല്ലാഹുവിന് നിർബന്ധിതമായോ സ്വമേധയായോ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ സമർപ്പണത്തിന്റെ അതായത് മുസ്ലിമല്ലാത്ത ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു സംവിധാനം, ഒരു വ്യവസ്ഥ, ഒരു മതം ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഒരു സ്വീകരിക്കണം. പക്ഷെ അവിടെ നന്മയില്ല, തിന്മയില്ല. തിന്മയില്ലാതെ നന്മയില്ല. കൃത്യമായിട്ട് അവിടെ നന്മ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് സമ്പൂർണ്ണമായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ നന്മ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ സമ്പൂർണ്ണ സമർപ്പണം, നമ്മളെ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസാണ് ഈ കൈകെട്ടിയിട്ട് പറയുന്നത്. അത് പൂർണ്ണ സമർപ്പണം ആവുന്നില്ല. പ്രായോഗിക ജീവിതത്തിലെ മറ്റ് അനുഭവങ്ങൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, കച്ചവടം, അതുപോലെ രാഷ്ട്രീയം എല്ലാം ആ നമസ്കാരത്തെ പോലെ പവിത്രമായി സമർപ്പിക്കുമ്പോഴാണ് ഈ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുന്നത്, ക്രമസമാധാനം വരുന്നത്, ശാന്തി വരുന്നത്, ആശ്വാസം വരുന്നത് എന്നതാണ്. ഇത് വളരെ ആഴത്തിലാണ്, ഹൈലി സയന്റിഫിക് ആണ്, വളരെ ശാസ്ത്രീയമാണ്, വളരെ ആഴത്തിലാണ് കാര്യങ്ങൾ നമ്മളെ ഓരോന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ ഫലം ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നന്മ വർദ്ധിപ്പിക്കാൻ അല്ലാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ് അല്ലാഹു സജീവമായിട്ടുള്ളത്. അങ്ങനെ അല്ലാഹുവുമായി നിരന്തരമായ ബന്ധം പുലർത്തി നന്മ വർദ്ധിപ്പിച്ച് യഥാർത്ഥ വിശ്വാസികളായി മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സി കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബാ ഉസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോടും എന്നോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യണം. ഇത് നന്മയാണ്. ഈ വസിയത്തും നന്മയാണ്, അത് കേട്ടുകൊടുക്കണം നന്മയാണ്. ചെയ്യണം മാത്രമല്ല, അത് കേൾക്കണം നന്മയാണ്. ഈ നന്മ അങ്ങനെ വരുമ്പോഴാണ് സമർപ്പണം ഉണ്ടാവുന്നത്. എല്ലാവരും അങ്ങനത്തെയാണ്. ഈ വിഷയങ്ങളെല്ലാം പണ്ട് കാലത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ, നൂഹ് നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ പ്രവാചകൻ. അതായത് നബിയും മുർസലും, വെറും നബിയായിട്ട് വരും, പിന്നെ മുർസലായിട്ട് വരും. ഇന്ന അർസൽനാ നൂഹൻ, നൂഹിനെ നാം അയച്ചു സന്ദേശവാഹകൻ. അദ്ദേഹം ഈ ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞപ്പോ അവരെ എതിർപ്പും മർദ്ദനവും ഒക്കെ ആയിട്ട് വന്നു. അപ്പൊ അല്ലാഹു പറഞ്ഞു, നീ പറയൂ നൂഹേ, ഫഇൻ തവല്ലൈതും ഫമാ സഅൽതുകും മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഈ അധ്യയനത്തിന് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുത്താണ്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. എന്നോട് പറഞ്ഞത് നീ മുസ്ലിങ്ങളിൽ പെട്ടവനായിരിക്കാനാണ്, സമർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കാനാണ്. ഞാനത് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് രക്ഷപ്പെടാം. രക്ഷപ്പെട്ടു എന്നൊരർത്ഥമുണ്ട്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന്, പിന്നെ ഒന്നും ബേജാറാവാനില്ല. ശരിയായ മുസ്ലിമായ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സമാധാനം, സമർപ്പിതം, രക്ഷപ്പെട്ടു, ടു ബി സേഫ്, സെക്യൂറായി. യാക്കൂബ് നബിയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയും അവസാന കാലത്ത് പറഞ്ഞ വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ്, ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നിങ്ങളാരും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് മക്കളെ.
എന്ന് പറഞ്ഞാൽ സമർപ്പിതരായിക്കൊണ്ട് ജീവിതം മനസ്സുകൊണ്ട് ആദ്യം സമർപ്പിച്ചാൽ പിന്നെ ശരീരം കൊണ്ട് സമർപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. മനസ്സിൽ ഒരു സമർപ്പണ ബോധം ഉണ്ടായാൽ രക്ഷിതാവ് അല്ലാഹു ഏകനായ തമ്പുരാൻ മാത്രമാണ് എന്നും അവനെ മാത്രമേ ഞാൻ ഭയക്കേണ്ടതുള്ളൂ എന്നും അവനെ മാത്രമേ ഞാൻ സൂക്ഷിക്കേണ്ടതുള്ളൂ എന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു തരുമെന്നും ഒരിക്കലും പൊട്ടാത്തൊരു പാശം നാം അവനുമായി സൂക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം, ആ ബോധത്തിൽ വിനയാനന്ദനെ അവന്റെ മുന്നിൽ സമർപ്പിക്കുക. വേറെ ആരുടെ മുന്നിലും സമർപ്പിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ടതില്ല. കാരണം അവിടേക്ക് എങ്ങനെ പെരുമാറണമെന്ന് അള്ളാഹു അവന്റെ മലക്കുകളെ അയച്ച് നമ്മളെങ്ങനെ കൊണ്ടു നടക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സമർപ്പണത്തിന്റെ ഒരു ആഴങ്ങളിലേക്ക് എത്തണം എന്നുള്ള. അള്ളയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് ഒരാൾ പറയണമെങ്കിൽ അവന് നല്ല വിനയം വേണം. ഞാനാണ് നടക്കുന്നത് എന്നാണ് എല്ലാ ആളുകളും വിചാരിക്കുന്നത്. ഇതാ പ്രശ്നം. നമ്മളൊക്കെ സ്വയം ചെയ്യാണ്, നടക്കുകയാണ്. കച്ചവടം നമ്മളെ ബുദ്ധി കൊണ്ട് ചെയ്യാണ്. അതുപോലെ തന്നെ സെലക്ഷനൊക്കെ നമ്മളെ ബുദ്ധി കൊണ്ട് ചെയ്യാണ്. ആ സെലക്ട് ചെയ്യണ നേരത്ത് വേറെ എന്തെങ്കിലും ഒന്ന് തോന്നിപ്പോയാൽ, അതാണ് നന്മയാണെന്ന് തോന്നിപ്പോയാൽ കഴിഞ്ഞില്ലേ. എത്രയോ സംഭവങ്ങളുണ്ടാവും. മിനിമം ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അന്നേരം അവിടുത്തെ ലൈറ്റൊക്കെ കൊണ്ട് പളപളാ തോന്നി. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് 2 പ്രാവശ്യം വാഷിംഗ് മെഷീനിലിട്ടപ്പോൾ ആകെ തുന്നിപ്പോയി. ഹോ, അന്നേരം തോന്നിയത് മോശമായിപ്പോയി. ഉണ്ടാ ഓരോ സംഗതികളുണ്ട്. ഒരു 2 രൂപ ചിലവാക്കാനടുത്ത് 200 രൂപ ചിലവാക്കിക്കാനും അള്ളാഹ്ക്ക് അറിയാം. 1000 രൂപ ചിലവാക്കാനടുത്ത് 3 രൂപ ചിലവാക്കിയിട്ട് കാര്യം നടത്തിക്കാനും പടച്ച തമ്പുരാൻ അറിയാം. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് പിന്നിൽ പടച്ച തമ്പുരാന്റെ ഹസ്തമുണ്ട് എന്നൊരു ബോധം. ഒരു സമർപ്പിത മനോഭാവക്കാരന് അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇതിന്റെ ഫലമുണ്ടാവും. ഒരു സാധാരണ നിലയിൽ ഒരു സംഗതി ചെയ്ത് തീർക്കാൻ ഒരു 1000 രൂപയാണ് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അള്ളാഹുവിനെ സഹായിച്ചു കഴിഞ്ഞാൽ 10 പൈസ ഇല്ലാതെ അങ്ങ് ചെയ്തു. സാധാരണ നിലയിൽ ഒന്നും ഒരു പൈസയും ചിലവാക്കേണ്ടാത്ത ഒരു സംഗതി ചിലപ്പോൾ ലക്ഷക്കണക്കിന് ചിലവാക്കിയാലും നിവൃത്തില്ല. ഭയങ്കര ശ്വാസം വിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് സ്കാനിങ്, മറ്റത് മറിച്ചത്, ECG എക്കോട്ടൊക്കെ ഡിപ്പോ ഒക്കെ എടുക്കും. അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും 21,000 രൂപയുടെ ബില്ല് വരും. അപ്പോൾ നമ്മളെ നാട്ടിൽ അതിലൊക്കെ ഒരു വൈദ്യരുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, അതെ, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കാക്കിയാൽ മതി, ഫിനിഷ്. എത്ര സംഭവങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പടച്ചതമ്പുരാനെ നിമിഷ നേരം കൊണ്ട് ഓരോരോ അടിമകളുടെ മുകളിലും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അവസാന നിമിഷം വരെ സമർപ്പിതരായി കൊണ്ട് ജീവിക്കുകയും സമർപ്പിതരായി മരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഈജിപ്തിന്റെ രാജാധികാരം നൽകപ്പെട്ട യൂസുഫ് നബി എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ കൊടുത്തത്. അല്ലാഹു തആലയുടെ പ്രത്യേകമായ ഒരു ട്രെയിനിങ്ങിലൂടെ അവിടെ ജ്യേഷ്ഠന്മാർ കൊല്ലാൻ കിണറ്റിലെടുത്തിട്ട് അവിടെ നിന്ന് അങ്ങാടിയിൽ വിറ്റ്, അവിടെ നിന്ന് പ്രഭയുടെ അടുത്ത് വന്നു, അവിടെ നിന്ന് രാജാവിൻ്റെ അടുത്ത് വന്നു, എല്ലായി. അതൊക്കെ കഴിഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈജിപ്തിന് രാജാധികാരം കൊടുത്തു. അതും സ്വീകരിച്ച് ഒരു പ്രവാചകൻ പറയാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈജിപ്തിന്റെ രാജാധികാരം നീ എനിക്ക് തന്നു, സ്വപ്നവ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു, ഈ സമൂഹത്തിലുള്ള ഏറ്റവും ഉന്നതനായി നീ എന്നെ നിർത്തി. എന്നിട്ട് ആ അത്ര ഉന്നതയിൽ നിർത്തിയ തമ്പുരാനെ, ഈ പ്രപഞ്ചത്തിന്റെ നാഥ, ആകാശഭൂമികളുടെ നാഥ, എനിക്ക് വേണ്ടി തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ അനുസരണയുള്ളവനായി മരിപ്പിക്കുകയും എന്നിട്ട് സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുകയും ചെയ്യണം. ഈജിപ്തിന്റെ രാജാധികാരം ഒന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇവിടെയുള്ള പ്രൗഢിയും പ്രതാപവും ഒന്നും അത്ര വലിയ സംഗതിയല്ല. ഇതെല്ലാം ലഭിച്ച ഒരു മഹാപ്രവാചകൻ പ്രഖ്യാപിക്കാൻ അല്ലാഹു പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്തെല്ലാം കിട്ടി, എന്തൊക്കെ കിട്ടിയിട്ടും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മുസ്ലിം ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ മഹാനായ ഒരു പ്രവാചകൻ, അതും രാജാധികാരം നൽകപ്പെട്ട ഒരു പ്രവാചകനെ മുൻനിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ആ സെന്റൻസിന്റെ പ്രയോഗം തന്നെ മനുഷ്യനിൽ വല്ലാത്ത രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എല്ലാം എനിക്ക് തന്നു നീ. എനിക്ക് വിജ്ഞാനം, അന്നത്തെ ഏറ്റവും ഉയർന്ന വിജ്ഞാനം, ഇന്ന് ടെക്നോളജി ആണെങ്കിൽ അന്ന് സ്വപ്ന വ്യാഖ്യാനത്തിന് വലിയ സ്ഥാനമുള്ള സ്ഥലം, അതെല്ലാം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല.
അത് എനിക്ക് വേണ്ടത് എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. അപ്പൊ മുസ്ലിമായി ജനിച്ച് മനുഷ്യന്മാർക്ക് മുസ്ലിമായി ജീവിക്കാതെ മുസ്ലിമായി മരിക്കാൻ പറ്റില്ല. എല്ലാവരും മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച പറയണ്ടായി. അവരുടെ സാഹചര്യവും ചുറ്റുപാടും മാതാപിതാക്കളും അവരെ നിഷേധത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. എല്ലാ മനസ്സും ശുദ്ധ മനസ്സ്, ഏകനായ രക്ഷിതാവിനെ കുറിച്ച് ബോധമുള്ള മനസ്സെന്ന് ഞാൻ പറഞ്ഞല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനസ്സിന്റെ സൃഷ്ടാവ്, മനസ്സിന്റെ മർമ്മരങ്ങൾ അറിയുന്ന മഹാനായ രക്ഷിതാവ്. വസ്വിസു ബിഹി വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. അവന്റെ ഹൃദയത്തിന്റെ മർമ്മരങ്ങൾ നമുക്കറിയും എന്ന് രക്ഷിതാവ് പറഞ്ഞു. ആ പന്തിനാൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു, എല്ലാ മനസ്സുകൾക്കും നാം ഏകനായ സൃഷ്ടാവാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞാനത് ചോദിക്കുകയും ചെയ്യും എന്ന്. അപ്പോ മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി മരിക്കുക, അതാണ് സമർപ്പിക്കുക. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക, സമ്പൂർണമായ സമർപ്പണം. ആ സമർപ്പണത്തിന് സമ്പൂർണമായ സമർപ്പണത്തിൽ പ്രവേശിച്ചുകൊള്ളുക. അതാണ് യഥാർത്ഥത്തിൽ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ളത്. അത് എളുപ്പം ചെയ്യാനുള്ള സംഗതിയല്ല. കുറച്ച് വേദനയും വിഷമവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ക്ഷമയോടെ തരണം ചെയ്തേ ആ അവസ്ഥയിൽ എത്താൻ പറ്റുള്ളൂ. അതിനുള്ള ചില ചില്ലറ ഏർപ്പാടുകൾ, ട്രെയിനിങ്ങുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ. ഓരോ പരീക്ഷണത്തിന്റെയും പിന്നിലൊരു ചോദ്യമുണ്ട്. നീ സമർപ്പിക്കാൻ തയ്യാറാണോ മനുഷ്യ എന്നതാണ്. നമുക്ക് വരുന്ന എല്ലാ ചെറുതും വലുതുമായ സംഗതികളിലും നീ സമർപ്പിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യമാണുള്ളത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി സമർപ്പിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമായി ഒരുപാട് രോഗികൾ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികവും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഖൈർ, നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉത്തമമായി ചെയ്യാൻ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ദീൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും സമ്പൂർണ്ണ സമർപ്പിതമായി ജീവിതം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി മാറ്റണേ തമ്പുരാനെ. ഖബറിടങ്ങളെ നീ ആശ്വാസപ്രദമായ ഇടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. പ്രകാശപൂരിതമായ ഒരു ബർസഖി ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് എന്നും എപ്പോഴും ഞങ്ങളെ അകറ്റി നിർത്തണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.